ഈഗിളല്ലേ മക്കളെ. ഈഗിളിനെ ചൊറിഞ്ഞാൽ എന്താ അവസ്ഥ എന്നുള്ളത് ഇവന്മാർക്ക് ഇപ്പോഴും മനസ്സ് അറിവില്ലായ്മയായിരിക്കാം. 4 പേരെ വിളിച്ച് അപ്പുറവും ഇപ്പുറവും ഇരുത്തി നാട്ടുകാരെ അപരാധിച്ചിട്ട് കിട്ടിയതല്ലേ ഇതെനിക്ക്. ഇതുപോലൊരെണ്ണം വാങ്ങി നീ മിനിമം നീ എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരെണ്ണം വാങ്ങി നിന്റെ ഷെൽഫിനകത്ത് വെച്ചിട്ട് വേണം എന്നോട് സംസാരിക്കാൻ. കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നിന്നെ പതുക്കെ 2-3 ഇടിയിടിച്ച് എനിക്ക് അവന്മാരുടെ മുമ്പിൽ ഷൈൻ ചെയ്യണം. പോലെ മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. അടി തുടങ്ങിയ പിന്നെ എൻട്രിയിലെ ക്ലൈമാക്സേ ഉള്ളു കേട്ടാ. എന്റെ കൊല്ലല്ലേ തല്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് കീറിയാലൊന്നും നിർത്തുകയല്ലേ. ഒരു ഗുണ്ട തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. സാഹചര്യം ചൂഷണം ചെയ്യരുത്. ഗോൾഡ് മെഡൽ കിട്ടി, സ്റ്റേറ്റ് ചാമ്പ്യനായി. കള്ളം, പച്ചക്കള്ളം. ഇത് സ്റ്റേറ്റ് കോമ്പറ്റീഷൻ ഒന്നല്ലല്ലോ. അഹങ്കാരം കൊണ്ട് പറയല്ല, ലോകത്തിനും ഇതുപോലത്തെ തെണ്ടിത്തരം ചെയ്യും. ഇപ്പൊ മനസ്സിലായില്ലേ രമേശ, ഇത് രത്നം പതിപ്പിച്ച തുണയാണെന്ന്. അടുത്ത നാഷണലിലൊക്കെ പോകും ഉണ്ട്. ഞാൻ അടുത്ത പ്രിപ്പയർ ചെയ്യണത് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ. അത് കഴിഞ്ഞിട്ട് വേൾഡ് ചാമ്പ്യൻ ഇന്ത്യയുടെ ഫ്ലാഗ് ഞാൻ എന്റെ ഇത് തൂക്കും. MMA ഫൈറ്റിംഗ് ഒരിക്കലും അങ്ങനെയല്ല. ഇതൊരുമാതിരി നാടൻ തല്ലി ഏതൊരു ബംഗാളിന് 500 രൂപ കൂലിയും ഒരു ചായയും വാങ്ങി കൊടുത്തുകാണ്ട് വിളിച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്താ ഉറക്കം വരുന്നു. ഞാൻ 3 മാസമേ ഉള്ളൂ MMA സ്റ്റാർട്ട് ചെയ്തിട്ട്. എടാ അങ്ങനെ ഉറക്കനെ പറയലടാ, എനിക്ക് ഫീൽ ആവും. ഇതിപ്പോ ഒന്നും അറിയാണ്ട് ഫൈറ്റ് ഒന്നും അറിയാത്ത വെറുതെ പോയിട്ട് സ്റ്റേറ്റ് എടുത്ത് കൊടുക്കാം. വർഷങ്ങളോളം ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് പൊട്ടന്മാരാ. ഞാൻ മണവാള നിന്നെ വെല്ലുവിളിക്കണേ ഒരു ഓപ്പൺ ഫ്രണ്ട്ലി മാച്ച്. നീ എന്നിട്ട് ഫൈറ്റ് ചെയ്യാണ്ടോ? അടിച്ചില്ലെങ്കിൽ നിന്നേരിക്കും ഞാൻ. നീ പറയുന്ന സ്ഥലത്ത് ഞാൻ വരും. ഇനി ഞാൻ കൊച്ചിയിൽ വെച്ചിട്ട് ഒരു ഫൈറ്റിംഗ് ഉണ്ട്. അവിടെ ഞാൻ പോയിരുന്നു. അവിടെ മണവാളിനി ഒരു വാണത്തായി മോനെ, ഇനി മണവാള ഇനി MMA ആയിക്കോട്ടെ, മൊയ്ത്തായി ആയിക്കോട്ടെ, കിക്ക് ബോക്സിംഗ് ആയിക്കോട്ടെ, എന്തിനാലും നീ ഏതിനാണ് റെഡി, അതിന് ഞാൻ തയ്യാറാണ്. അപ്പൊ കാണാം.